അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീനൽ ഫായിസീനൽ മുഖറബീൻ. മഹല്ലി 3-ാം വാള്യം 47-ാമത്തെ പേജ്. വൈദാ ലഹറ സമനു, സമന് വെളിവായാൽ, സമന് രണ്ട് ശരീക്കന്മാരുടെ കൂറായ വസ്തുവിന് ഒരു ശരീക്ക് മൂന്നാമത്തെ ഒരാൾക്ക് വിറ്റു. ആ മൂന്നാമത്തെ ആളുടെ വാങ്ങിയ ആൾ, അയാൾ ഈ ശരീക്കിനൊക്കെ കൊടുത്തതായ വില ലാഹിറായി, വെളിവായി. എന്തായിട്ട് വെളിവായി? മുസ്തഹക്കൻ, അത് മറ്റൊരാൾക്ക് അവകാശപ്പെടപ്പെട്ടതാണ്. വെച്ചാൽ മുസ്തരിയുടെ പൈസ അല്ലത്, മുസ്തരിൻ്റെ അഞ്ചൻ്റെയോ പെങ്ങളെയോ മറ്റുള്ള ഏതെങ്കിലും ആളെ സാധനം എടുത്തിട്ടാണ് വിറ്റത്, വാങ്ങിയത്. അപ്പോൾ അവൻ്റെ പൈസ അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ, അത് എപ്പോഴാണ് ബോധ്യപ്പെട്ടത്? ബാദൽ അഹദി, ഷഫീഖ് പിടിച്ചതിന് ശേഷം സുഫത്ത് കൊണ്ട് പിടിച്ചു. അതിന് ശേഷം ബോധ്യപ്പെട്ടു ഈ മുസ്തരി ഈ ശരീക്കിന് കൊടുത്തത് അവൻ്റെ പൈസ അല്ല, വേറെ ആളതാണെന്ന്. അപ്പോൾ അവിടെ നോക്കണം, ഫൈൻഖാന മുഅയ്യനൻ, ഈ സമനാണെങ്കിൽ മുഅയ്യനൻ, നിർണയിക്കപ്പെട്ടതാണെങ്കിൽ. എങ്ങനെ സമന് മുഅയ്യനാവുന്നതിൻ്റെ ഉദാഹരണം? കാനിസ്തറ, ഈ ശരീക്കിൽ നിന്ന് വാങ്ങിയ മുസ്തരി വാങ്ങും പോലെ, ബി ഹാദിയിൽ മിയത്തി, ഈ 100 ദിർഹം എന്നും പറഞ്ഞിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഈ 100 എന്ന് പറഞ്ഞാൽ മുഅയ്യനായല്ലോ. അങ്ങനെ ഈ 100 എന്നും പറഞ്ഞാൽ വാങ്ങിയത്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി 200 ഓൻ്റെതല്ല, ഓൻ്റെ ജ്യേഷ്ഠൻ്റെതാണ് എന്നിട്ടോ ബോധ്യപ്പെട്ടിട്ട് ഒരു കൊണ്ടുപോയത്. എന്നാൽ ബത്തലൽ ബൈഉ വസുഫത്തു, ബത്തലൽ ബൈഉ, ഈ ശരീക്ക് മൂന്നാമത്തെ ആൾക്ക് വിറ്റ വിൽപ്പന ബാത്തിലായി. വസുഫത്തു, മറ്റേ ശരീക്ക് ആ മുസ്തരിയിൽ നിന്ന് വാങ്ങിയല്ലോ, അതും ബാത്തിലായി. എന്താ പിന്നെ ബൈ ബാത്തിലാക്കാനുള്ള കാരണം ലാഹിർ തന്നെ, കാരണം അവൻ്റെ കൊടുത്ത പൈസ അവൻ്റെതല്ലല്ലോ, വേറെ ആളെ പൈസയാണ്, അതുകൊണ്ട് ബാത്തിലായി. എന്നാൽ ഷുഫത്ത് എന്തേ ബാത്തിലാകാൻ കാരണം? അതിൽ തറത്തു ബിഹ, ഷുഫത്ത് തുടരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ബൈൻ്റെ മേൽ തുടർന്നാലോ ഷുഫത്ത് ഉണ്ടാകുന്നത്. അതിനാ അസിലാകുന്ന ബയ്യന്നെ ശരിയില്ലേ, പിന്നെ അതിമ തുടർന്നുണ്ടാകുന്ന ഷുഫത്തും ശരിയാവില്ല. ഇതൊക്കെ ഇപ്പോൾ പിന്നെ സമന് മുഅയ്യനാണെങ്കിലാണ്. ഇല്ല, ഒരു സമന് മുഅയ്യനായില്ല. മുഅയ്യനാതിരിക്കലെങ്ങനെ? ബിയനിസ്തറ, ഈ മുസ്തരി ശരീക്കിൽ നിന്ന് വാങ്ങിയതായി ഫില്ലിമ്മത്തി, മുസ്തരിയുടെ ഉത്തരവാദിത്തത്തിലാണ്. ഞാൻ നിനക്ക് 100 റുപ്യ തരാം, 100 ദിർഹം തരാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന 100 എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ബദഫ, എന്നിട്ട് ഈ പിന്നെ മുസ്തരി കൊടുത്തു. അമ്മാഫിഹ, മുസ്തരിയുടെ ദിമ്മത്തിനാണല്ലോ കൊടുക്കുകയല്ലേ വേണ്ടത്. ആ കൊടുക്കേണ്ടതിനെ തൊട്ട് ഈ മറ്റൊരാളുടെ സാധനം എടുത്ത് ഇങ്ങനെ കൊടുത്ത്, ഇങ്ങനെ മറ്റൊരു സാധനം കൊണ്ടുപോവുകയും ചെയ്താൽ അവിടെ കച്ചവടം ബാത്തിലാവില്ല. പറയട്ടെ, അബുദലൽ മദ്ഫുവ, അബുദല ഈ മുസ്തരി ചേഞ്ചാക്കി പകരം കൊടുക്കണമല്ലോ. മദ്ഫുവ, നേരത്തെ കൊടുക്കപ്പെട്ടതിന്, നേരത്തെ കൊടുക്കപ്പെട്ടത് മുസ്തഹക്കായ കാരണം കൊണ്ട് അതിൻ്റെ മാലിക്ക് വാങ്ങിക്കൊണ്ടിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അതിന് പകരം വേറെ കൊടുക്കണം. അപ്പോൾ ബഖിയാ, അത് രണ്ടും ബാക്കിയാവും എന്ന് പറഞ്ഞാൽ അയ്യൽ ബൈഉ, ഈ ഒരു ശരീക്ക് മൂന്നാമത്തോന് വിറ്റ വിൽപ്പനയും ബാക്കിയാവും. ഷുഫത്തു, ആ മുസ്തരിയിൽ നിന്ന് മറ്റേ ശരീക്കാകുന്ന ഷഫീ പിടിച്ച ഷുഫത്ത് രണ്ടും ബാക്കിയാകും. ഇനി പറയും പൈൻ ദഫ ഷഫീ, ഇനി മുസ്തരി ശരീക്കിലേക്ക് കൊടുത്തതൊക്കെ ശരിയാണ്, അവൻ്റെ പൈസ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഷഫീ കൊടുത്തു. ഷഫീ പറഞ്ഞാൽ വേറൊരു ശരീക്കാണ്ട്, വിൽക്കാത്ത ശരീക്ക്. 2 ശരീക്കന്മാരുടെ ഒരു ശരീക്ക് വിറ്റവും വിൽക്കാത്ത ശരീക്ക്, ഓനാണല്ലോ ഷുഫത്ത് കൊണ്ട് പിടിക്കാനുള്ള അവകാശം. അവൻ കൊടുത്തു. ആർക്ക്? ഈ മുസ്തരിക്ക് കൊടുത്തു. എന്തിനെ കൊടുത്തു? മുസ്തഹക്കൻ, ഓൻ്റെതല്ലാതെ വേറെ ആൾക്കോ അവകാശപ്പെക്കപ്പെട്ട് വസ്തുവിനെ കൊടുത്തു. എന്നാലും തബുത്തുൽ ഷുഫത്തു, അവിടെ ആ ഷഫീൻ്റെ ഷുഫത്ത് ബാത്തിലാവില്ല. എപ്പോഴാണ് ബാത്തിലാണ്ടിക്കുക? ഇൻ ജഹില, ഈ ഷഫീനക്ക് അറിയൂലെങ്കിൽ. എന്തിനറിയൂല? കൗനുഹു, ഞാൻ ഈ കൊടുത്തതായിരിക്കുന്ന വില ആണ് മുസ്തഹക്കൻ, അതിൻ്റെതല്ല, വേറൊരുത്തനക്ക് അവകാശമാക്കപ്പെട്ടതാണ്, 500 500 ആണ് ഞാൻ കൊടുത്തതെന്നുള്ള കാര്യം അറിയാതെയാണ് കൊടുത്തതെങ്കിൽ ഷുഫത്ത് നഷ്ടപ്പെടില്ല. എങ്ങനെയാണ് അറിയാതെ ഇരിക്കുന്നതിൻ്റെ രൂപം? യാൻ ഇസ്തബഹ, ഈ കൊടുത്തതായിരിക്കുന്ന വില കൺഫ്യൂസായി, തിരിച്ചറിയാതായി. അല്ലെങ്കിൽ ഈ ഷഫീൻ്റെ മേൽ തിരിച്ചറിയാതായി. ബി മാലിഹി, ഷഫീൻ്റെ മാലുമായിട്ട്. അപ്പം 5 മാലും പിന്നെ ഇവൻ്റെ മാലും ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം എൻ്റെ മാൽ രണ്ടും ഒരേ മാതിരി ഉണ്ട് താനും. അങ്ങനത്തെ എടുത്ത് കൊടുത്തോ മറ്റാന്ന് എഴുതി കൊടുത്തു പോയതാണ് എങ്കിൽ അവിടെ ബാത്തിലാവില്ല. പിന്നെ വാലിഹി, ആ ഷഫീൻ്റെ മേൽ നിർബന്ധമാണ് ഇബുദാലു, നേരത്തെ കൊടുത്തതിന് ബദല് വേറെ കൊടുക്കണം. നേരത്തെ കൊടുത്തപ്പോൾ പിന്നെ മുസ്തഹിക്കിങ്ങൾ എടുത്തുണ്ടാകിയല്ലോ, അപ്പം ഇനി ഇപ്പം വേറെ കൊടുക്കേണ്ടി വരും. വക്കതാ, അപ്പം എന്ത് പറഞ്ഞു? ഓൻ അറിയൂലെങ്കിൽ, ഇത് മുസ്തഹക്കാന്ന് അറിയാതാണ് കൊടുത്തതെങ്കിൽ ഷുഫത്ത് ബാത്തലോ എന്ന മാതിരി ഷുഫത്ത് എന്ന പോലെ തന്നെയാണ്. വെച്ചാൽ അയിലൻ തബുത്തുൽ ഷുഫത്തുഹു, ഈ ഷഫീൻ്റെ ഷുഫത്ത് ബാത്തിലാവില്ല. ഇപ്പോൾ ഇന്നരിമ, ഷഫീനക്ക് അറിയെങ്കിൽ, കൗനുഹു, ഞാനീ കൊടുത്ത വില മുസ്തഹക്കൻ, എൻ്റെതല്ല, വേറെ ആൾക്ക് അവകാശമാക്കപ്പെട്ടാണെന്ന് അറിഞ്ഞാൽ കൊടുത്തത്, എന്നാലും ബാത്തിലാവില്ല എന്നാണ്. പക്ഷേ അവിടെ ഖിലാഫുണ്ട്. ഫില്ലസ് പ്രകാരം ജാഹിലാകുന്നിടത്ത് ഖിലാഫേ ഉണ്ടായിരുന്നില്ല, ആലിമായിടത്തിൽ ഖിലാഫുണ്ട്.
അസുഖ പ്രകാരം ജാഹിലാകുന്ന മാതിരി തന്നെ നഷ്ടപ്പെടൂല എന്നാണ്, സുഫത്ത് നഷ്ടപ്പെടൂല. ബസ്താനി എന്ന അസുഖിൻ്റെ മുക്കാബിലായിരിക്കുന്ന ജോലി പറഞ്ഞത് നഷ്ടപ്പെടുന്നതാണല്ലോ, അറിഞ്ഞുകൊണ്ട് അങ്ങനെ വേറെ ആൾ സാധനം എടുത്ത് ഇങ്ങനെ കൊടുത്താൽ ബാത്തിലാവുന്നതാണ്. ആ ഓല് നസല അവരിറക്കി ദഫൽ മുസ്തഹക്കി, ഈ ഷഫീ ഓൻ്റെതല്ലാത്ത വേറെ ആളെ സാധനം എടുത്ത് ഞാൻ കൊടുക്കലിന് ഇറക്കി. മാ ഇൽമി ബിഹി, ഇതിൻ്റെതല്ല വേറെ ആളെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുക എന്നുള്ളതിൽ ഇറക്കി. എവിടെ ഇറക്കി? മൻസിലത്തിൽ ഇറക്കി ഷുഫത്തി, ഷുഫത്തിന് വിഭാഗം. ഞാനിപ്പോൾ ഷുഫത്തോണ്ട് പിടിക്കുന്നില്ല എന്ന് വെച്ച മാതിരി, കാരണം ഷുഫത്തുകൊണ്ട് പിടിക്കുകയാണെങ്കിൽ ഓൻ്റെ പൈസ എടുത്ത് കൊടുക്കേണ്ടത്, ഇത് വേറെ ആളെ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച മാതിരിയായി എന്നാണ് സാനിക്കാർ ന്യായം. സുമ്മക്കീല, പിന്നെ അസ്വാബിൻ്റെ ഭാഗത്തു നിന്ന് പറയപ്പെട്ടു അൽ ഖിലാഫു, അങ്ങനെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പിന്നെ വേറെ മുസ്തഹക്ക് കൊടുത്താൽ അവിടെ ബാത്തിലാകൂല എന്ന അസുഖം ബാത്തിലാകും എന്നുള്ള സാനിയുമായ ഖിലാഫാകുന്നത് ഫിൽ അഖ്ദി. ആ ഖിലാഫുള്ളത് ഫിൽ അഖ്ദി ബി മുഅയ്യനിൻ, ഫിൽ അഖ്ദി വാങ്ങിയെടുത്തിലാണ് ബി മുഅയ്യനിൻ, മുഅയ്യന് പകരം മുഅയ്യന് പകരം സുഫത്തോണ്ട് പിടിച്ചെടുത്താൽ. എങ്ങനെ മുഅയ്യൻ നിർണ്ണയിക്കപ്പെട്ടതിന് പകരം സുഫത്തോണ്ട് പിടിക്കുന്നതിൻ്റെ കോലം? അതൊക്കെ കൗലിഹി ഷഫീ, സുഫത്തോണ്ട് പിടിക്കുന്ന ശരീക്ക് പറയും പോലെ അഹദ് ബി സുഫത്തി ബി ഹാദിഹിൽ മിയത്തി എന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് എൻ്റെ ശരീക്ക് വിറ്റതിനെ ഞാൻ പിടിച്ചു, സുഫത്തോണ്ട് പിടിച്ചു. അതിൽ ഈ 100 എന്ന് പറഞ്ഞു പിടിച്ചു. നോക്കുമ്പോൾ 100 എൻ്റെതല്ല വേറെ ആളതാണ്. ഫൈൻ കാല, അങ്ങനത്തെ അടുത്താണ് ഖിലാഫുള്ളതാണ്. അപ്പോൾ ഈ കീലപ്രകാരം അതിങ്ങനെ മുഅയ്യനായിട്ടാണ് ഖിലാഫുള്ളത് എന്നുള്ള കീലപ്രകാരം ഫൈൻ കാല മുസ്തിരി പറഞ്ഞ അല്ല ഷഫീ സുഫത്തോണ്ട് പിടിച്ചവൻ പറഞ്ഞതാണെങ്കിൽ ബി മിയത്തിന്നാണ് പറഞ്ഞത്. അഹൽത്തു ബി സുഫത്തി ബി ഹാദിയൽ മിയത്തി എന്നല്ല, മറിച്ച് ബി മിയത്തിന് ഏതോ ഒരു 100 കൊണ്ടത്. ഈ മിയത്തും തയ്യനാക്കിയിട്ടില്ല, ഏതെങ്കിലും ഒരു 100 പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടോ സുമ്മതഫാബോൻ്റെ ദിമ്മത്തിലുള്ള തൊട്ടൊരു 100 കൊടുക്കണമല്ലോ, അതിന് സുമ്മതഫാവും കൊടുത്തതൽ മുസ്തഹക്കത്ത, ഇവൻ്റെതല്ലാതെ വേറെ ആൾക്ക് അവകാശമാക്കപ്പെട്ട് കൊടുക്കുകയും ചെയ്ത്. എന്നാൽ ലം തബ്തുൽ സുഫത്തുഹു, അവിടെ ഈ ഷഫീൻ്റെ സുഫത്ത് ബാത്തിലാവൂല കത്തുകൻ, അസുഖ പ്രകാരവും സാനി പ്രകാരവും ഒന്നും ബാത്തിലാവൂല എന്ന് വരും. ഫഖീലാനി പറയപ്പെട്ടു അൽ ഖിലാഫു, അല്ല ഈ ബാത്തിലാകും ബാത്തിലാവൂല എന്നുള്ളതിരിക്കുന്ന ഈ ഖിലാഫ് ഫിൽ ഹാലീനി, രണ്ടവസ്ഥയിലും വരും. അതായത് മുഅയ്യന് കൊണ്ട് വാങ്ങിയെടുത്തലും ഗൈറു മുഅയ്യനെ കൊണ്ട് വാങ്ങിയെടുത്തും ഒക്കെ പെടുമെന്ന്. ഖാലഫിർ റൗദ് എന്ന റൗദ് നബിയാൻ പറഞ്ഞു അസ്വഹിയു, ഇങ്ങനെ ഖിലാഫ് ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അൽ ഫർഖു, വ്യത്യാസമുണ്ട് എന്നാണ് ബൈനൽ ഹാലൈനി, രണ്ടവസ്ഥ. അഥവാ മുഅയ്യന് പകരവും ഗൈറു മുഅയ്യന് പകരാകുന്നതിനിടയിൽ വ്യത്യാസമുണ്ട് എന്നാണ്. മുഅയ്യന് പകരാകുമ്പം ബാത്തിലാവും, അല്ലാത്ത ആണ് ഖിലാഫ്, അല്ലാത്തത് ഖിലാഫില്ല തന്നെ. അപ്പോൾ ലാഹിർ സുക്കൂത്തി എന്നാൽ മുസ്ലിം അടങ്ങിയതിൻ്റെ ലാഹിർ എന്തായിരിക്കാം? മുമ്പ് ആ ഖിലാഫ് പറഞ്ഞിട്ടില്ലല്ലോ, എവിടെ പറഞ്ഞില്ല? ഈ കിസ്മിൽ ജഹിലി, ജഹിലിൻ്റെ കോലത്തിൽ എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞല്ലോ ലം തബ്തുൽ സുഫത്തു ഇൻ ജഹിലാന്ന്, അവിടെ മുമ്പ് ഖിലാഫൊന്നും പറയാതെ വക്കഥാന്നിട്ട് പിരിച്ചല്ലേ പറഞ്ഞാൽ അലിമൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഖിലാഫ് കഥ കൊണ്ട് പിരിക്കുമ്പോൾ അലിമൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് വരുന്നുണ്ട്. അപ്പം ജഹാലത്തിൻ്റെ കോലത്തിൽ ഖിലാഫിനെ പറയുന്നത് തൊട്ട് അടങ്ങിയതിൻ്റെ ലാഹിർ അന്നഹു നിശ്ചയമായിട്ടും കാര്യം, അല്ലെങ്കിൽ അന്നഹു നിശ്ചയമായിട്ടും ഈ ജഹലിൻ്റെ കിസ്മ് ലാ ഫർഖഫി, അതിൽ വ്യത്യാസമില്ല എന്നാണ് ബൈനൽ ഹാലൈനി. ഈ മുഅയ്യന് പകരം പിടിക്കുക ഗൈറു മുഅയ്യന് പകരം പിടിക്കുന്നതിൽ ഖിലാഫില്ല. രണ്ടായിരുന്നാലും അവിടെ ഖിലാഫ് നടക്കുന്ന ഉണ്ടായിരുന്നാലും കിസ്മു ജഹലി രണ്ടായിരുന്നാലും ബാത്തിലാവൂല, സുഫത്ത് ബാത്തിലാവൂല എന്ന് വരും. അപ്പോൾ ഇനി വേറെ വിഷയം പറയാം. അപ്പോൾ തസറുഫുൽ മുസ്തരി, ഈ ഒരു ശരീക്കിൽ നിന്ന് വിറ്റല്ലോ, 2 ശരീക്കന്മാരുടെ കൂറായ സാധനം ഒരു ശരീക്കും 3-ാമത്തെ വിറ്റു. ആ വിറ്റായിരിക്കുന്ന ആൾ ക്രിയവിക്രിയം ചെയ്യലാകുന്നത് ഫിഷിക്സി, അവൻ വാങ്ങിയ വിഹിതത്തിൽ. മുസ്തറക്കാസത്തുനിന്ന് ഒരു ശരീക്കിൻ്റെ വിഹിതമാണല്ലോ വാങ്ങിയത്, അതിലവൻ ക്രിയവിക്രിയം ചെയ്യൽ. ആ ക്രിയവിക്രയത്തിൻ്റെ ഉദാഹരണം ഇതുപോലെ കബൈൻ, ആ വാങ്ങിയ വസ്തുവും വേറാക്കി വിറ്റു. ഇപ്പോൾ വഖഫിൻ, അതുപോലെ തന്നെ പള്ളിക്കോ മദ്രസക്കോ വഖഫ് ചെയ്ത്, ഇപ്പോൾ ഇജാറത്തിന് ആരെങ്കിലും വാടക കൊടുത്ത്, വഹിബത്തിന് ഫ്രീ കൊടുത്തു, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന തസറുഫാകുന്നത് സുഹീഹുൻ. ആ തസറുഫൊക്കെ സഹിയാണ്. എന്താ സഹിയാൻ കാരണം? അന്നഹു മിൽക്കുഹു, കാരണം ഈ ഷിക്സ് ഇപ്പോൾ മുസ്തിരിൻ്റെ മിൽക്കുകളാണല്ലോ. ഒരാളെ മിൽക്കിൽ ഓനെ വിൽക്കുക, വഖഫ് ചെയ്യുക, ഇജാറത്താക്കുക, ഹിബത്ത് തുടങ്ങിയ തസറുഫ് ചെയ്തിട്ടാണെങ്കിൽ ശരിയാവും, ഇവിടെ ശരിയാവുന്നതാണ് ഒരു ഷഫി. അപ്പോൾ ഇങ്ങനത്തെ പണി മുസ്തിരി നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറ്റേ ശരിക്കുണ്ടല്ലോ, ഓന് സംഭവം അറിയുന്ന സമയത്ത് വിറ്റിനുള്ള വിഷയം അറിയുമ്പം ആ ഷഫീനൊക്കെയുണ്ട് നഹ്ലുമാ, ഒരു കാര്യത്തിനെ പൊളിക്കലുണ്ട്, ബാത്തിലാക്കലുണ്ട്. എങ്ങനത്തെ കാര്യമാണ്? ലാ ഷുഫത്ത് ഫീഹി, അതിൽ ഷുഫത്തില്ല. അപ്പോൾ ഷുഫത്ത് കൊണ്ട് പിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രവർത്തനമാണ് മുസ്തിരി നടത്തിയതെങ്കിൽ അതൊനിക്ക് ബാത്തിലാക്കാം. ഷുഫത്ത് നടത്താൻ പറ്റാത്ത കാര്യത്തിന് ഉദാഹരണം പോലെ കൽ വഖഫി വൽ ഹിബത്തി വൽ ഇജാറത്തി. കൽ വഖഫി,
വഖഫ് ചെയ്ത് മുസ്തിരി എന്താക്കി ആ ഷിക്സിനെ പള്ളിക്ക് മദ്രസൊക്കെ വഖഫാക്കി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹിബത്ത് കൊടുത്തു, അല്ലെങ്കിൽ വാടക കൊടുത്തു. അപ്പം പെട്ടെന്ന് ഇപ്പം ശുഫത്തില്ല. കാരണം ശുഫത്താണെങ്കിൽ അതിന് മുആവലക്ക് പകരാകണം. വഖഫ് ചെയ്യുമ്പോഴും ഹിബത്തിലൊന്നും മുആവലല്ലല്ലോ. അതിന് ഇജാറത്തിൽ അവൻ്റെ മിൽക്ക് നീക്കലുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നും ശുഫത്തില്ലാത്ത കാര്യമാണ്. അങ്ങനത്തെ കാര്യമാണ് മുസ്ലിം ചെയ്തതെങ്കിൽ ശുഫത്ത് കൊണ്ട് പിടിക്കുന്ന ആൾക്ക് അയാൾ ചെയ്ത വഖഫിനെ ഹിബത്തിനെ ഇജാറത്തിനൊക്കെ ബാത്തിലാക്കാം. എന്നിട്ട് വാഹുദുഹു ആ ഷഫീനക്ക് ആ ഷിക്സിനങ്ങ് പിടിക്കുകയും ചെയ്യാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത. അസ്സലാമു അലൈക്കും.